പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്കൊരുമിച്ച് ചില നിമിഷങ്ങൾ ഈ ദൈവത്തിന്റെ തിരുവചനവുമായിട്ട് അല്പസമയങ്ങളിരിപ്പാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും വന്ദനവും സമാധാനവും അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് ജീസസ്. Those who believe or non-believers, all are welcome to hear this voice of God. എല്ലാവരും ഈ ദൈവത്തിന്റെ തിരുവചന ശബ്ദം കേൾക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇതൊരു അന്ത്യകാലഘട്ടമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്ന വലിയൊരു ജനസമൂഹമുണ്ട്. അവർക്കുള്ള ഒരു ഉത്തരം ദൈവത്തിന്റെ തിരുവചന ഭാഗത്ത് നിന്ന് ഉദ്ധരിക്കുവാനും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ദൈവസന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തില് 6 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവാൻ നോക്കുവീൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. അപ്പോൾ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇത് ഒക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പയക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പയക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളുടെയും നടുവിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ അപ്പോൾ അവസാനം വരുമെന്നാണ് സുവിശേഷത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് 2 തിമോഥെയോസ് ലേഖനം 3 അധ്യായത്തില് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് അവിടെയും പറയുന്നത് മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദ്രവ്യാഗ്രഹത്തിന് സകല കൗശല വാക്കുകളും പറഞ്ഞ് മനുഷ്യരെ തെറ്റിക്കുന്നവരുമായിരിക്കുമെന്ന് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി പത്രോസിന്റെ 2 ലേഖനം 3 അധ്യായത്തിൽ അവിടെ 4 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുക. അതിന്റെ അർത്ഥം എന്താണ്? സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ. ഇപ്പോ നമുക്കറിയാം, സകലരെയും വശീകരിക്കുവാനും മോഹിപ്പിക്കുവാനും വേണ്ടി ഉടുതണി പോലും കളഞ്ഞ് ടിവിയിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും പരസ്യങ്ങളും സിനിമകളും മറ്റ് വശീകരിക്കുന്ന ആകർഷിപ്പിക്കുന്നതായ എല്ലാ കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് മനുഷ്യരെ വശീകരിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന വലിയൊരു തലമുറ നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ കാലത്ത് ശരീരം മറയ്ക്കുക എന്നുള്ളത്, ശരീരം മറച്ചാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് മാന്യമായി ജീവിച്ച് മുന്നോട്ട് പോയെന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ അതിപുരാതന കാലത്ത് വസ്ത്രം ഇല്ലായ്മയുടെ കാലത്ത്, അതായത് ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ അവർക്ക് മാറി കൊടുക്കാൻ വസ്ത്രമില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 50 വർഷം കൊണ്ട് ഒരു 50 വർഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരുടെ സാമ്പത്തിക മണ്ഡലങ്ങൾക്കെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു, അഭിവൃദ്ധികൾ പ്രാപിച്ചു. പണ്ട് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതുടുക്കണം, ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന്
ചിന്തിക്കുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ നമ്മുടെ അലമാരകളിലും നമ്മളുടെ ഡ്രസ്സ് വെക്കുന്നതായ അലമാരികളിലൊക്കെ ധാരാളം വസ്ത്രങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ വസ്ത്രമില്ലാത്ത ധാരാളം പേർ ഇന്നും ഉണ്ട്. പാവപ്പെട്ടവരായിട്ടുള്ള വസ്ത്രങ്ങൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനസമൂഹവും നമ്മുടെ ഇന്ത്യയിലുണ്ട്. എനിക്കറിയാവുന്ന പല മേഖലകളിലും ഇപ്പോഴും വസ്ത്രത്തിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്തിന്റെ ലക്ഷണം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് വരും എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമെല്ലാം വെട്ടി നടക്കുന്ന, അതായത് നല്ലൊരു ജീൻസ് ആണെങ്കിൽ അതിന്റെ ജീൻസിന്റെ ഭാഗങ്ങൾ വെട്ടിക്കൊണ്ട് നടക്കുന്നു. ടോപ്പ് ആണെങ്കിൽ ടോപ്പിലുള്ള ഒരു കിടുത്തയിട്ട് പല മേഖലകൾക്ക് കിടുത്തയിട്ട് ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. സിനിമാ നടികളും സീരിയൽ നടികളും സിനിമാ താരങ്ങളും മറ്റും എങ്ങനെ ശരീരത്തിന്റെ അഴക് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. ശരീരത്തിൽ പച്ച കുത്തുന്നു, ശരീരത്തിൽ മറ്റ് പല രീതിയിലുള്ള കളറുകൾ അടിക്കുന്നു, ശരീരത്തിൽ ചിഹ്നങ്ങൾ അടിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ശരീരത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടം. ഇതൊരു അന്ത്യകാലത്തിന്റെ ലക്ഷണമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതായ തിരുവചനത്തിൽ ഇങ്ങനെ അതിശക്തമായിട്ട് അന്നത്തെ കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിന്റെ സിറ്റുവേഷൻ നോക്കണം. അന്ന് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഏകദേശം 100 വർഷത്തിന് മുമ്പ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് പക്ഷേ ഇപ്പോൾ അതിപ്രസരം, മൊബൈൽ ഫോണിന്റെ അതിപ്രസരം, ഇന്റർനെറ്റിന്റെ അതിപ്രസരം, സിനിമകളുടെ അതിപ്രസരം, അങ്ങനെ പല രീതിയിൽ മനുഷ്യനെ വശീകരിക്കുവാൻ വേണ്ടി, മോഹിപ്പിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ജനറേഷൻ. എന്നാൽ അതിന്റെ നടുവിൽ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. അപ്പോൾ ആദ്യം ദൈവം മനുഷ്യരുടെ വഷളത്വ നിമിത്തം, മനസ്സനക്കേട് നിമിത്തം വെള്ളത്താൽ ഭൂമി നശിപ്പിക്കുകയും 8 പേർ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് ഇപ്പോൾ നടക്കുന്ന ഈ സിറ്റുവേഷനുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ. 10-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇവയൊക്കെയും അഴിവാനുള്ളവയായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കണം, അവിടെ തീ കൊണ്ടുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിൽ നോഹയുടെ കാലഘട്ടത്തിൽ വെള്ളം കൊണ്ട് ശുദ്ധീകരണം നടത്തിയെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ദൂതായിട്ട്, പ്രവചന ശബ്ദമായിട്ട് പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ആകാശം ചുട്ടഴിയുകയും ഭൂമിയിൽ ദൈവത്തിന്റെ തീ ഇറങ്ങുകയും ശക്തമായിട്ടുള്ള തീയാലുള്ള ഒരു ശുദ്ധീകരണം, അതായത് ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഈ വാർ ഇപ്പോൾ നടക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ഒരു പക്ഷത്തും ഇറാൻ മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് വാർ നടക്കുകയാണ്. ഈ വാറിൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ തീയുടെ കളിയാണ്. ഓരോ ദിവസവും നമുക്ക് അറിയാൻ പറ്റും, ആയിരക്കണക്കിന് മിസൈലുകൾ, 100 കണക്കിന് ഡ്രോണുകൾ, ഇതെല്ലാം തീ കൊണ്ടുള്ള വാറാണ്. തീ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. കുറെ കെട്ടിടങ്ങൾ നശിക്കുന്നു, കുറെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കപ്പെടുന്നു, കുറെ മനുഷ്യർ ചത്തൊടുങ്ങുന്നു. എന്തും സംഭവിക്കാം.
പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതങ്ങോട്ട് മൂർച്ഛിക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ തീ കുറച്ചുകൂടെ ആളിക്കത്താൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അണിയറയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് നിങ്ങൾക്കറിയാവുന്നതുപോലെ അണുബോംബുകളുടെ വലിയൊരു ശേഖരമുണ്ട്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തി. നോർത്ത് കൊറിയ, ഒരു ഭ്രാന്തൻ പ്രസിഡന്റാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് അണുബോംബ് ഉണ്ട്. അണുബോംബ് വഹിക്കാൻ 10,000 കിലോമീറ്റർ ദൂരം വരെ യാത്ര സഞ്ചരിക്കുന്നതായ അണുബോംബ് വഹിക്കുവാൻ വേണ്ടിയുള്ള പോർമുനകളും മിസൈലുകളും സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും സൈലന്റ് വ്യൂവറെ പോലെ ചൈനയോടൊപ്പമുള്ള ചില രാജ്യങ്ങളും അണുവായുധത്തിൽ വളരെ മുൻപന്തിയിലാണ്. റഷ്യ എന്ന് പറയുന്ന ഇപ്പോൾ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യം, അവിടെയും തീ കൊണ്ടാണ് അവിടെ വളരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈന്റെ വലിയൊരു ഭാഗം കത്തിക്കുകയും അവരുടെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ, ജലവിഭവ സംവിധാനങ്ങൾ, മിലിറ്ററി സംവിധാനങ്ങളൊക്കെയും തകർത്ത് കളഞ്ഞ് തീക്കിരയാകുകയും ചെയ്തു. നമുക്ക് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പേപ്പറുകളിലും ന്യൂസുകളിലൊക്കെ കേൾക്കാനിടയായി തീർന്നു, റഷ്യയുടെ ഓയിൽ റിഫൈനറികൾ കത്തിച്ചു. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചകളിൽ കേൾക്കുന്ന വാർത്ത, ഇറാഖിലുള്ള ഓയിൽ റിഫൈനറികൾ കത്തുന്നു. സൗദി അറേബ്യയിൽ അരാംകോ, ഗവൺമെന്റ് ഏറ്റവും വലിയ റിഫൈനറിയാണ്, അവിടെ തീ വീണിരിക്കുന്നു. ബഹ്റിനിൽ ബഹ്റിനിലുള്ള ചില റിഫൈനറികൾ തീ വീണിരിക്കുന്നു. ഇങ്ങനെ തീയുടെ വലിയൊരു പ്രഹരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തവും ശക്തവും സത്യവുമാണെന്ന് വിളിച്ചു പറയുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ വിശുദ്ധ വേദപുസ്തകം സത്യവേദപുസ്തകം എന്നാണ് മറ്റൊരു പേര് അറിയപ്പെടുന്നത്. ഈ സത്യവേദപുസ്തകം 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കുവാൻ പോകും എന്ന ഒരു സുദിനമുണ്ട്. നോക്കണം, അന്ത്യകാലം. അതാ 2 പത്രോസ് ലേഖനം 3-5 ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. ഇനി 7 ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ, നോക്കണം, അന്ന് വെള്ളത്താൽ നശിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്ന് മനസ്സോടെ മറന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഭൂമി നാശത്തിങ്കിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്. നാശം നമ്മുടെ മുമ്പിൽ ശക്തമായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ നാശമുണ്ടാകുന്നത്? ഭൂമിയിൽ നാശമുണ്ടാക്കാൻ കാരണം ദൈവമല്ല, മനുഷ്യരുടെ അനുസരണക്കേടുകളും മനുഷ്യരുടെ ദ്രവ്യാഗ്രഹികളും മനുഷ്യരുടെ തെറ്റായ വഴികളും നിമിത്തം ഭൂമിയിൽ നാശം കൊയ്യുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നാശമുണ്ടായി? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ഇതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വലുതായിരിക്കുന്ന ഒരു കാലഘട്ടം, ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം, ദൈവസ്നേഹമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. പണ്ട് ബാബേൽ കോട്ട പണിതതുപോലെ മനുഷ്യൻ കോട്ടകൾ പണിത് മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ഇതെല്ലാം സമ്പാദിച്ചു, മനുഷ്യന്റെ എഫർട്ട് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്നുള്ള വലിയൊരു അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിൽ പലപ്പോഴും വാഴുന്നുണ്ട്. നമ്മുടേതായ ജീവിതത്തിലും നമുക്കും പലപ്പോഴും തോന്നുന്നുണ്ട്, ഞാനിതൊക്കെ നേടി. എന്ത് നേടി? പ്രിയമുള്ളവരെ, നമ്മളൊന്നും നേടിയിട്ടില്ല. അല്പകാലത്തേക്ക് ഈ ഭൂമിയിൽ വന്നു, അല്പകാലം നമുക്ക് ലഭിച്ചതെല്ലാം നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നുമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ദാനങ്ങളാണ്. അല്പകാലത്തേക്ക് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതായ വീടായാലും സ്വത്തുക്കളായാലും
അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗങ്ങളായാലും ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന വെറും ദാനങ്ങൾ മാത്രമാണ്. ഒന്നുകൊണ്ടും നമുക്ക് പുകഴാനില്ല, ഒന്നുകൊണ്ടും പ്രശംസിപ്പാനില്ല. പ്രശംസിക്കാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദയയിലും ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ഒന്ന് മാത്രമാണ് നമുക്ക് പ്രശംസിപ്പാനുള്ളത്. ഞാൻ ഈ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രയാണം ദൈവം എന്ന് വെച്ചാൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് ഈ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന, നമുക്കറിയാമല്ലോ, ഭൂമിയിൽ തന്നെ ദൈവം ഒരു സ്വർഗം വെച്ചു. എങ്ങനെയാണ് ഭൂമിയിൽ സ്വർഗം വെച്ചത്? ഭൂമിയിൽ ദൈവം സ്വർഗം വെച്ചത്, ഒരാൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ അവനെ സ്വർഗസ്ഥലങ്ങളിൽ പാർപ്പിക്കും എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ മരണത്തിന് ശേഷം 2 സ്ഥലങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനെയും സ്വർഗത്തിൽ അവന് സ്ഥാനമുണ്ടായിരിക്കും. ദൈവത്തിന്റെ ആ നഗരത്തിൽ അവന് സ്ഥാനമുണ്ടായിരിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ് അവന്റെ അഭയസ്ഥാനം. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുക. എന്താണ് ഈ ജീവന്റെ പുസ്തകം? ദ ബുക്ക് ഓഫ് ലൈഫ്. ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമുണ്ട്. ഹല്ലേലൂയ. നമുക്കിവിടെ റേഷൻ കാർഡ് ഉള്ളതുപോലെ, ആധാർ കാർഡ് ഉള്ളതുപോലെ, സകല മാനവരാശിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരാളുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ജീവൻ കൊടുത്തു. തന്റെ സ്വന്തം ജീവൻ കൊടുത്തിട്ട് നമ്മുടെ ജീവൻ വിലയ്ക്ക് വാങ്ങി. ആരെങ്കിലും യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, യേശുപ്പ നീ എനിക്ക് ജീവൻ തരുവാൻ കഴിയുന്ന ദൈവമാണെന്ന് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച്, യേശുപ്പ എനിക്ക് സ്വർഗം തരുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജീവൻ തരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു, എനിക്ക് ജീവിക്കണം, എനിക്ക് നിത്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ പേര് അവിടെ ഒരു പുസ്തകത്തിൽ എഴുതും. സ്വർഗത്തിലുള്ള ഒരു പുസ്തകത്തിൽ എഴുതും. അതാണ് ജീവന്റെ പുസ്തകം. ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവന് തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ പോകുകയില്ല. അപ്പോൾ ഉയരത്തിലേക്ക്, നീതിമാന്റെ യാത്ര ഉയരത്തിലേക്കും ദുഷ്ടന്റെ യാത്ര അധോലോകം, അധമപാതാളത്തിലേക്കുമുള്ള യാത്രയാണ്. ഞാൻ ദിവസങ്ങളിൽ പഠിച്ചപ്പോൾ ഭൂമിയുടെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ, ഭൂമിക്ക്, നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി നമുക്ക് മാക്സിമം അറിയാം ഒരു 7 അടി 10 അടി അല്ലെങ്കിൽ 100 അടി താഴ്ച. എന്നാൽ ഞാനിങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലായി, ഭൂമിക്ക് ആദ്യത്തെ 35 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെയുള്ള ഒരു ഏരിയ, അതിനെ ക്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്രസ്റ്റ് ലെയർ, അതായത് ഭൂമിയെ കിഴിച്ച് എന്നാൽ 35നും 70 കിലോമീറ്റർ വരെ നീളത്തിൽ കിഴിക്കാൻ പറ്റും. അതിന്റെ പേരാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയും 70 മുതൽ 2891 കിലോമീറ്റർ വരെ പിന്നെയും താഴോട്ട് കുഴിച്ചാൽ അതിന്റെ പേരാണ് ഭൂമിയുടെ മാൻഡിൽ എന്ന് പറയുന്നത്. ഇനിയും 2891 മുതൽ 6371 കിലോമീറ്റർ നീളത്തിൽ താഴോട്ട് കുഴിച്ചാൽ അതിന്റെ പേരാണ് കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. അപ്പോൾ ഈ ഇന്നർ കോറിലും ഔട്ടർ കോറിലും അയണും നിക്കലിന്റെയും വലിയൊരു ശേഖരമുണ്ട്, വിത്ത് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഭയങ്കരമായ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. എത്രയോ 5000 കിലോമീറ്റർ താഴോട്ട്. നിങ്ങൾക്കറിയാമോ, മുകളിലോട്ട് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി നമ്മൾക്ക് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, ഏകദേശം ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് ഏകദേശം 30,000-40,000 ഫീറ്റ് ഉയരത്തിലാണ്, ഏകദേശം 9 കിലോമീറ്റർ. അതായത് ഭൂമിയിൽ നിന്ന് 8 മുതൽ 10 വരെയുള്ള കിലോമീറ്റർ ഉയരത്തിലാണ് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്. എന്നാൽ സ്പൈ പ്ലെയിൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 30 കിലോമീറ്റർ, ഒരു 20നും 30നും കിലോമീറ്റർ ഉയരത്തിൽ സ്പൈ പ്ലെയിൻസിന് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിലോട്ടും ഒരു സംവിധാനം ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്,
താഴോട്ടും ഒരു സംവിധാനം ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സംവിധാനം നമുക്കറിയാം. ഇത് പഠിക്കുമ്പോൾ, അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒന്നാമത്തെ ഈ ഭൂമിയിൽ നമ്മൾ പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു സംവിധാനം. ഒരു 10 കിലോമീറ്റർ ഉയരത്തിൽ ഉള്ള ഒരു സംവിധാനം ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, അതായത് 10 മുതൽ 50 വരെ ഉള്ള കിലോമീറ്റർ. അവിടെയാണ് ഓസോൺ ലെയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഓസോൺ ലെയർ ആണ് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെ ആവശ്യമില്ലാത്ത ഇൻഫ്രാറെഡ് നമ്മളെ നശിപ്പിക്കുന്നതായ രശ്മികളെ തടയുന്ന ഒരു സംവിധാനമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി 50 മുതൽ മേളിലോട്ട് 80 വരെയുള്ള കിലോമീറ്റർ മെസോസ്ഫിയർ എന്ന് പറയും. അവിടെ -173 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഭയങ്കര ഉറഞ്ഞ്, അതായത് തണുപ്പാണ്. എന്നാൽ അതിനുശേഷം 80 മുതൽ 500 വരെ മേളിലോട്ടുള്ള കിലോമീറ്റർ ഉണ്ട്. അവിടെ എൻ്റർലി ഡിഫറൻ്റ് ആണ്. 2000 ഡിഗ്രി സെന്റിഗ്രേഡിൽ അത്യുഷ്ണവുമാണ്. ഇനി 500 കിലോമീറ്റർ മുകളിൽ അയണോസ്ഫിയർ 1500 കിലോമീറ്റർ ഉയരത്തിൽ അയണോസ്ഫിയറും എക്സോസ്ഫിയറും ഒക്കെ ദൈവം സൃഷ്ടിച്ചു. ഇതാരാണ് സൃഷ്ടിച്ചത്? ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതാരാ? മനുഷ്യന്റെ സൃഷ്ടിയാണോ? മനുഷ്യൻ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, വളരെ ശക്തമായി ഞാൻ നിങ്ങളെ വളരെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. മനുഷ്യന്റെ കൺട്രോളിലല്ല ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ആകാശവും ആകാശമണ്ഡലങ്ങളും സൂര്യനും നക്ഷത്രങ്ങളും. അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തോന്നും. ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും നിങ്ങൾക്കറിയാമോ, അവൻ 100 കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളെയാണ് ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. 100 കണക്കിന് ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ് 1 ബില്യൺ. അപ്പോൾ 100 കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളെ ദൈവം പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ട് അതിലെ ഒരു ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മിൽക്കി വേയിലുള്ള ആയിരക്കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന വെളിച്ചം സൂര്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ചന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് ഈ പ്രപഞ്ചങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ആ 10,000 ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും അതെ അന്തരീക്ഷ മണ്ഡലങ്ങളെയും ദൈവം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആ തേജസ്, ദൈവത്തിന്റെ ആ അധികാരം ഭൂമിയിൽ മനുഷ്യൻ വിചാരിക്കും പലപ്പോഴും ദൈവം എന്റെ പോക്കറ്റിലാണ്. പ്രിയമുള്ളവരെ, ദൈവം പോക്കറ്റിലൊക്കെ ആയിരിക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ ഭയപ്പെടുകയും സ്നേഹിക്കുകയും വേണം. ഒരേ സമയത്ത് തന്നെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും വേണം. നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ മാതാവിനെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ഇപ്പോൾ അവർ നിത്യതയിലാണ്, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അവർ ജീവനോടിരുന്നപ്പോൾ അവരെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇതുപോലെ ദൈവം നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും സ്ഥാനത്തെക്കാട്ടി വലിയ സ്ഥാനം ഉള്ള അസ്തിത്വമാണ്. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ഒരേ സമയത്ത് ദൈവത്തിന്റെ മഹത്വം കാണുകയും ചെയ്യണം. അപ്പോൾ ദൈവം പ്രപഞ്ചത്തെക്കുറിച്ച് കണ്ടിരിക്കുന്ന, ഈ ഭൂമിയെക്കുറിച്ച് കണ്ടിരിക്കുന്ന പ്രാവചനികമായ ദൂതുകളാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. എന്താണ്? ഭൂമി അന്ത്യകാലത്ത് തീ കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്താൻ പോകുന്നു. ശുദ്ധീകരണം നമുക്കറിയാം, വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഉടനെ കൈയും കാലും മുഖവും എല്ലാം കഴുകും. ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കഴുകുന്നത്. നമ്മൾ കുറച്ചുകൂടെ അതിന്റെ അടുത്ത ലെവലാണ്, നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും തീക്കകത്ത് ചുടുക. പണ്ടത്തെ കാലത്ത് തീക്കകത്ത് ചുട്ട് ഉപയോഗിക്കും. എന്തിനാണ്? അതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ കൊല്ലാൻ, അല്ലെങ്കിൽ അതിനെ പാകപ്പെടുത്താൻ. ഇതുപോലെ നമ്മൾ ഏത് സാധനം പാചകം ചെയ്ത് കഴിക്കണമെങ്കിലും, ആഹാരം കഴിക്കണമെങ്കിലും നമ്മൾ അതിനെ വേവിച്ച് കഴിയും. ഇതുപോലെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ
പ്രധാനമായ 3 കാര്യങ്ങൾ: 1 വെള്ളം, 2 തീ, 3 ആത്മാവ്. അപ്പോൾ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ആദിമ നൂറ്റാണ്ടിൽ കഴിഞ്ഞു. ഇനി രണ്ടാമത് നടക്കാൻ പോകുന്നത് തീ കൊണ്ടുള്ള ശുദ്ധീകരണം. ഈ തീ കൊണ്ടുള്ള ശുദ്ധീകരണം ആര് പ്രാർത്ഥിച്ചാലും അത് മാറത്തില്ല. എന്നാൽ അല്പം നീണ്ടുപോകാൻ പറ്റും. നമ്മൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നത്, നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. തീയിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ 3 വ്യക്തിത്വങ്ങളെ തീയിൽ കൊണ്ടിട്ടു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 വ്യക്തിത്വങ്ങളെ തീയിൽ രാജാവ് കൊണ്ടിട്ടു. കാര്യം ഇതേ ഉള്ളൂ, രാജാവിന്റെ ബിംബത്തെ നമസ്കരിച്ചില്ല എങ്കിൽ അവന് കൊടുത്ത പണിഷ്മെന്റ്. ഇപ്പൊ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി, ആ ബിംബത്തെ എല്ലാവരും നമസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 എബ്രായ ബാലന്മാർ അവർ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ കർത്താവ് ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇത് നമസ്കരിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അവരെ എന്ത് ചെയ്തു? തീയിലേക്ക് കൊണ്ടുപോയി, തീയിലേക്കിട്ടു. ഇനിയും അവരെ കൈകാലുകൾ കെട്ടി കൊണ്ടുപോയ ആൾക്കാരെ ആ തീയുടെ അല്പസ്പർശനമേറ്റപ്പോൾ വെന്തുരുകി അവർ മരിച്ചുപോയി. എന്നാൽ അവിടെ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തീയിൽ 4ാമനായ ഒരുവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോ രാജാവും പരിവാരങ്ങളും എല്ലാം ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയാണ്. കൊണ്ടുപോയ ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേരെ കൊണ്ടുപോയ ആൾക്കാര് ഇതാ തീക്കിരയായി മരിച്ചുപോയി. എന്നാൽ അവരുടെ ദേഹത്ത് തീ കത്തുന്നത് പോലുമില്ല. അവരുടെ കൂടെ ഇതാ മറ്റൊരാൾ നിൽക്കുന്നു. നോക്കണം, 4ാമനായ ഒരുവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. നോക്കണം, തീയുടെ നടുവിൽ വിശുദ്ധ ബൈബിളിലെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, നീ തീയിൽ കൂടെ കടന്നു പോകും, എന്നാൽ നീ വെന്തുപോകുകയില്ല. പ്രിയമുള്ളവരെ, തീയിൽ വെന്തുപോകാത്ത ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അതാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ദൈവദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ അവൻ നിങ്ങളെ എങ്ങനെ സ്നാനം കഴിപ്പിക്കും? തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ തീയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തീയിൽ സ്നാനമേറ്റവർക്ക് മാത്രമേ തീയിൽ കൂടെ രക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ. കൊരിന്ത്യ ലേഖനത്തിലും അതിനനുബന്ധമായ വാക്യങ്ങളുണ്ട്. ശോധന ചെയ്യുന്ന വിഷയത്തിൽ പറഞ്ഞപ്പോൾ തീയിൽ കൂടെ എല്ലാവരും കടന്നുപോയപ്പോൾ അതെ, പുല്ല്, വൈക്കോല്, മരം, കല്ല് എല്ലാം കടന്നുപോയി. സ്തോത്രം. എന്നാൽ പുല്ലും വൈക്കോലും മരവും എല്ലാം വെന്ത് ചാമ്പലായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ദൈവത്താൽ നീ അഭിഷേകം പ്രാപിച്ച, തീയിൽ അഭിഷേകം പ്രാപിച്ച, തീയാൽ ജനിച്ചവനാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഈ ഭൂമിയിലെ ഒരു തീക്കും വെന്തുരുക്കാൻ കഴിയത്തില്ല. കാരണം ആമേൻ, 1ാമത്തെ മരണമാകുന്ന ശാരീരിക മരണം നിനക്ക് ഭവിച്ചാലും നിത്യമായ മരണത്തിൽ നീ പങ്കാളിയാകത്തില്ല. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന അഗ്നി, അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവം അഗ്നി കൊണ്ട്, അതായത് അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നവനാണ്, അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നവനാണ്, തീ കൊണ്ട് ഉത്തരം അരുളുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരാള്, കർത്താവിൽ ജനിച്ച ഒരാള് എന്ന് വെച്ചാൽ ജഡപ്രകാരം നമ്മൾ ചിലപ്പോൾ ഹിന്ദുവായിട്ടായിരിക്കും ജനിക്കുന്നത്, മുസ്ലിമായിട്ടായിരിക്കും ജനിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ടായിരിക്കും ജനിക്കുന്നത്. നമ്മളെല്ലാം പല രാജ്യത്തും പല സമൂഹത്തിലും ജനിച്ചവരാണ്. എന്നാൽ ഇവിടെ പറയുന്നു, യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതസ്ഥാപകരെയല്ല. യേശുക്രിസ്തു എന്ന് പറയുന്നത്, ഹല്ലേലൂയ, യേശുക്രിസ്തു ഭൂമിയിൽ ഭൗമികമായിട്ട് ശാരീരികമായിട്ട് മറിയയുടെ ഉദരത്തിൽ ജനിച്ചെങ്കിലും അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനായിരുന്നു. അതാണ് ഞാനും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ജഡത്താൽ ജനിച്ചു, എന്നാൽ യേശുക്രിസ്തുവോ ആത്മാവിനാൽ ജനിച്ചു. എന്താണ് ഈ ആത്മാവ്? അവിടെ പറയുന്നു, വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ആത്മാവാകുന്നു.
അപ്പോൾ ദൈവം ആത്മാവാകുമ്പോൾ ആത്മാവിനാൽ ജനിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആത്മാവിനാൽ ജനിച്ചതുകൊണ്ടാണ് മരണത്തിനവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പിശാചുക്കളും പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലാം കൊണ്ടുപോയി അവനെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. അവനെ വലിയൊരു കല്ലറയിൽ അടക്കം ചെയ്തു. വലിയൊരു കല്ലും ഉരുട്ടി വെച്ചു. ഇനി അവൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് വിധി പറഞ്ഞ സ്ഥലത്ത് 3-ാം നാളിൽ അവനെ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ വചനം നമുക്ക് വേണ്ടിയുള്ള വചനമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിലുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കുക. യേശുക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആത്മാവല്ല, സകല മാനവരാശിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആത്മാവാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ, ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ ഫ്രീ ആയിട്ടുള്ള ശുശ്രൂഷ. നിങ്ങൾ ആരും ഒരു പൈസയും എനിക്ക് തരണ്ട. ഇതേയും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ പണത്തിനു വേണ്ടി ഉള്ള ഒരു ശുശ്രൂഷയല്ല ഞാൻ ചെയ്യുന്നത്. ഇത് ഫ്രീ ആണ്. പ്രിയമുള്ളവരെ, പണത്തിനു വേണ്ടി ഒരാർത്തിയുമില്ല, ഒരു അത്യാഗ്രഹവുമില്ല. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തരികയാണ്. കാരണം പരിശുദ്ധാത്മാവ് ഫ്രീ ആണ്. ദൈവത്തിന്റെ ആത്മാവ് ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. ഈ പരിശുദ്ധാത്മാവുള്ളവർക്ക് സ്വർഗത്തിൽ പോകുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, അന്ത്യകാലം അടുത്തിരിക്കുന്നു. തീ കൊണ്ട് ഈ ഭൂമി നശിക്കുവാൻ പോകുന്നു. ആമേൻ. അമേരിക്കക്കാർ വിചാരിക്കും ഞങ്ങൾ വലിയ സേഫാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഗൾഫ് മേഖലകളിൽ ഇരിക്കുന്നവർക്കറിയാം, അമേരിക്ക അയൺ ഡോമും എല്ലാവിധ സംവിധാനങ്ങളും സ്ക്വാഡും എന്തൊക്കെയോ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം ഉണ്ടാക്കിയിട്ടും അതെല്ലാം ഇറാൻ കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യന്റെ ബുദ്ധിയൊക്കെ ഇത്രയേ ഉള്ളൂ. മനുഷ്യന് എത്ര ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ബുദ്ധി സെക്കൻഡുകൾക്കുള്ളിൽ അപലമാണ്. അപ്പോൾ അമേരിക്കയും സേഫ് അല്ല. യൂറോപ്പിൽ വിചാരിക്കുന്നതായിരിക്കും യൂറോപ്പ് സേഫ് ആണെന്ന്. നെവർ. യൂറോപ്പ് സേഫ് അല്ല. ഇന്ത്യ ഇരിക്കുന്നതിലായിരിക്കും ഇന്ത്യ സേഫ് ആണെന്ന്. പ്രിയമുള്ളവരെ, ഇന്ത്യയും സേഫ് അല്ല. ലോകത്തിലെ ഒരു രാജ്യവും സേഫ് അല്ല. എന്നാൽ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യം ഞാൻ നിങ്ങളോട് പറയുന്നു, അത് സ്വർഗരാജ്യമാണ്. അത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ ആർക്ക് പ്രവേശിക്കാം? യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഈ ഭൂമിയിൽ ഏത് രാജ്യത്ത് താമസിച്ചാലും, ഏത് പട്ടണത്തിൽ താമസിച്ചാലും, എത്ര വലിയ സമ്പന്നനാന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ക്ഷണികന്മാരാണ്. അല്പനാളത്തെ വെള്ളത്തിലെ കുമിള പോലെയാണ് നമ്മുടെ ജീവിതം. എന്നാൽ കർത്താവിനോടുകൂടെ വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിത്യജീവനും നിത്യവാസവും നിത്യമായ സംവിധാനങ്ങളും നിത്യമായ സ്വർഗവും ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ടൈം പോയി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടോ ദുഃഖത്തോടോ നിരാശയോടോ സങ്കടത്തോടോ ഇരിക്കുന്നെങ്കിൽ ആമേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷൻ നിന്റെ കയ്യിൽ കൂടെ ഒരുക്കി തരണമേ, എനിക്കൊരു വഴി തുറന്നു തരണമേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു വഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തൻ, നിങ്ങളെ സഹായിക്കുവാൻ ദൈവം വിശ്വസ്തൻ. സ്വർഗീയ പിതാവാൻ ദൈവമേ, ഈ കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെട്ടു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവാത്മാവിന്റെ മക്കളെന്ന് അറിയപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വകക്കാരായി, ദൈവത്തിന്റെ സ്വന്തമായി, ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്രയിടപ്പെട്ടവരായി ഈ ജനം, എന്നെ കേൾക്കുന്ന ആരെല്ലാം ഈ വചനം കേട്ടാലും അവരെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്ര പ്രാപിച്ച് ആമേൻ നിത്യമായ വാസത്തിന് വേണ്ടി ഒരുക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.